2023 സാം ആൾട്ട്മാൻ, അതായത് ചാറ്റ് ജിപിടിയുടെ പാരന്റ് കമ്പനി ഓപ്പൺ എഐയുടെ തലവൻ, ഇന്ത്യയിലെ എഐ എക്കോസിസ്റ്റത്തെയും എഐ രംഗത്ത് വളർച്ച കൈവരിക്കാനുള്ള സാധ്യതകളെ കുറിച്ചും വളരെ മോശമായാണ് സംസാരിച്ചത്. ഇന്ത്യയിൽ എഐ സംരംഭങ്ങളുടെ വളർച്ച അസാധ്യമാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഈ ഒരു വാക്ക് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി, ഹോപ്പ്ലെസ്. എന്നാൽ അന്ന് കേന്ദ്ര IT സഹമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വാക്കുകളെ വളരെ പോസിറ്റീവായാണ് എടുത്തത്. Like with everything else new, there will be a lot of debate, lot of discussion. There was Sam Altman who came in last 2 days, and I think that itself is a sign that if one of the key figures in international AI looks at India and wants to do partnerships with India and sees India as a very promising space for AI, that itself is a good thing. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നും അഭിപ്രായങ്ങൾ ഉയരുമെന്നും ഇന്ത്യയിൽ AI വളരാനുള്ള എക്കോസിസ്റ്റം ഉണ്ടെന്നാണ് അത്തരം ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഇന്ന് ആ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ്. അന്ന് AI രംഗത്തെ ഇന്ത്യൻ സാധ്യതകളെ തള്ളിപ്പറഞ്ഞ സാക്ഷാൽ ആൾട്ട്മാൻ തന്നെ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യ AI സമ്മിറ്റ് 2026 പങ്കെടുക്കാനായാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത്. അന്ന് AIക്ക് ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞിടത്തു നിന്നും ഇന്ന് ആൾട്ട്മാൻ എത്തിയിരിക്കുന്നത് AI ഏറ്റവും അധികം വളർച്ച കൈവരിച്ച ഒരു രാജ്യത്തേക്കാണ്. അത് ഭാരതം മാറുകയാണ് ലോകത്തിലെ AI നേതൃത്വത്തിലേക്ക്. ദീർഘവീക്ഷണമുള്ള നേതൃത്വവും അദ്ദേഹത്തിന്റെ കർമ്മനിരതമായ ടീമും ഇന്ന് ഭാരതത്തെ ഇവിടേക്ക്, ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു.